So, welcome back to another episode of Big Boss Highlights. അപ്പം ഇത് ഡേ 2 ഹൈലൈറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. അപ്പം പതിവ് പോലെ തന്നെ രാവിലെ എല്ലാവരും മോർണിംഗ് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നു. അപ്പം അനീഷും അനുമോളും തമ്മിൽ ചെറിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ. അനുമോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അനീഷ് ഒരുമാതിരി കളിയാക്കിയ പോലെ സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് അതിനെ വളച്ചൊടിച്ച് മലയാള ഭാഷ കൊള്ളത്തില്ല എന്നെല്ലാവരും പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പോൾ ബാക്കി എല്ലാവരും ഇടപെട്ടു, ആരാടാ മലയാള ഭാഷേനെ ഇവിടെ റെസ്പെക്റ്റ് ഇല്ലാതെ പറഞ്ഞ് എന്ന് ചോദിച്ചിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും തമ്മിൽ ഭയങ്കരമായിട്ട് അടിയുണ്ടാകാൻ തുടങ്ങുന്നു. അപ്പം ഇത് എല്ലാവരും ഇടപെടുന്നു, ഹൗസിലെ എല്ലാ ആൾക്കാരും ഇടപെട്ടിട്ട് ഇത് ഏറ്റുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇഷ്യൂ ഷാനവാസും അനുമോളും തമ്മിൽ നടക്കുന്നു. ഇവർ തമ്മിൽ ജസ്റ്റ് ഒരു നെക്ക് പെയിൻ്റെ കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുന്നു. അപ്പം ഷാനവാസ് പറയുന്നു എനിക്ക് ജസ്റ്റ് കഴുത്ത് വേദനയാണെന്ന് പറയുന്ന സമയത്ത് അനുമോൾ പറയുന്നു കഴുത്ത് വേദന അത് കിടന്ന് ഉറങ്ങിയതിൻ്റെ പ്രശ്നമായിരിക്കും, ചൂടൊക്കെ വെച്ചാലും മാറും എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു അപ്പോൾ ഈ ഡോക്ടർമാരൊക്കെ വെറുതെ ആണോ മരുന്ന് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, അത് അവർക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണ്ടേ എന്ന് കരുതി കൊടുക്കുന്നതാണ്. അത് ഷാനവാസ് ഒരു ഫണ്ണായിട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എപ്പിസോഡ് കണ്ടിട്ട് വേറെ അഭിപ്രായമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഷാനവാസ് അതിനെ കുറച്ചൊരു ഫൺ മൊമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെ വളച്ചൊടിച്ച് ഡോക്ടർമാരെ അധിക്ഷേപിച്ചു, ഡോക്ടർമാർക്കെതിരെ സംസാരിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടർ ഉണ്ടായിട്ട് അനുമോൾ അങ്ങനെ ഡോക്ടേഴ്സിനെ ഒന്നടങ്കം അവഹേളിച്ച് സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഇത് വളച്ചൊടിക്കാൻ തുടങ്ങി. അനുമോൾ ആകെ കരഞ്ഞ് ഡെസ്പായിട്ട് റൂമിൽ പോയി കരയാൻ തുടങ്ങി. അവരുടെ കൂട്ടത്തിലെ തന്നെ ഡോക്ടറാണ് ബിന്നി വന്നിട്ട് ആശ്വസിപ്പിക്കാൻ തുടങ്ങി, മീൻസ് പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങി. ഇതിലെല്ലാം ഡെസ്പായിട്ട് അനുമോള് പുറത്ത് മാറിയിരുന്ന് സോഫയിലിരുന്ന് കരയാൻ തുടങ്ങി. അപ്പം ഷാനവാസ് അനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടും നീ ഇത്ര സില്ലിയാണോ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നമ്മളത് നേരിടാൻ പഠിക്കണം, ഇങ്ങനത്തെ പ്രശ്നത്തിലൊന്നും കരയാൻ പാടില്ല. അപ്പോൾ അനുമോള് പറയുന്നു ഞാനിവിടെ കരയില്ല എന്ന് എൻ്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് കരയേണ്ടി വന്നു, അത് ഞാൻ പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഷാനുവിൻ്റെ നേരെയാണ് എല്ലാവരും തിരിയുന്നത്. അതായിരുന്നു മെയിനായിട്ടുള്ളത്. പിന്നെ എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് അനൗൺസ് ചെയ്തു. അപ്പം അനൗൺസ് ചെയ്തത് കുറച്ചൊരു ഫണ്ണി രീതിയിലാണ്. ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ സംസാരം സാധാരണ ഒരു ഗാംഭീര്യത്തിലല്ല, കുറച്ചൊരു വ്യത്യാസമുണ്ട്. എനിക്ക് പഴയ ഒരു ബിഗ് ബോസ് ആയിരുന്നു ഇഷ്ടം. നിങ്ങൾക്ക് ഏതായിരുന്നു ഇഷ്ടമെന്ന് താഴെ പറയാം. അപ്പം ബിഗ് ബോസ് പറയുന്നു ഒന്നും മനസ്സിലായില്ല എന്താ നടന്നതെന്ന്. അപ്പോൾ ഇവരോട് താഴെ എന്താ നടന്നെന്നുള്ളത് ഹാസ്യമായിട്ട് ആവിഷ്കരിച്ച് കാണിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് അതിലും അനീഷ് ഇടപെടുന്നുണ്ട്. അതായത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ്, ഹാസ്യവൽക്കരിക്കാനൊന്നും പറഞ്ഞില്ല, നടന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് കൊടുക്കുന്നു, ഇവർക്ക് പണിപ്പുരയിലേക്ക് പോകാം. ഈ ടാസ്കിൽ പണിപ്പുരയിലേക്ക് പോയി അവർക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് വരാം. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ലക്ഷറി ടാസ്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ നോമിനേഷനിൽ പെടാത്ത ആദിലിനെ, നൂറിനെ പിന്നെ അക്ബറിനെയുമാണ് ഇവർ സെലക്ട് ചെയ്യുന്നത് പണിപ്പുരയിലേക്ക് വിടാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ടായിട്ട് അല്ലാത്ത സംസാരമൊക്കെ നടക്കുന്നുണ്ട്. ജിസേലിൻ്റെ മലയാളം അറിയില്ല എന്നുള്ള രീതിയിൽ ഇവർ കൂട്ടമായിട്ട് നടന്ന ഈ ഹൗസിനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറേ കണ്ടന്റ്സ് ഉണ്ടാക്കാൻ ഇവരായിട്ട് തന്നെ മുന്നിട്ട് ഇറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ബോയ്സ് ഗ്യാങ് അടുത്തൊരു ഗേളിനെ ടാർഗറ്റ് ചെയ്തു, ജിസേലിനെ. അപ്പം അത് അങ്ങനെ തന്നെ ജിസേലിന് തോന്നുന്നു. ഇവർക്ക് ഓരോരുത്തരും ഗ്യാങ് ആയിട്ട് ചെന്നിട്ട് അവരെ കരയിപ്പിച്ചിട്ട് പോവുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ജിസേൽ പറയുന്നു. ജിസേലിന് മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അടുത്ത പ്രശ്നം. പിന്നെ ജിസേലും നമ്മുടെ അനുമോളും തമ്മിൽ ഇവിടെ തൂക്കുന്നത്, അവരുടെ ക്ലീനിങ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലീൻ ചെയ്യുന്നത് എത്രയാണ്, ഇങ്ങനെയല്ല കുനിഞ്ഞു നിന്നിട്ട് വേണം തുടയ്ക്കാനെന്നുള്ള രീതിയിൽ ജിസേ പറയുന്നു. അനുമോൾ പറയുന്നു എനിക്ക് അത്ര ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നേരെ നിന്ന് അടിച്ചാലും മതി എന്ന് പറയുന്നു. അപ്പം ഇത് ചൂല് പൊട്ടി പോകത്തേ ഉള്ളൂ, അല്ലാതെ അഴുക്ക് അവിടുന്ന് പോകില്ല എന്നുള്ള രീതിയിൽ ജിസേൽ പറയുന്നു. അങ്ങനെ ജിസേലും അനുമോളും തമ്മിലൊരു അടി നടക്കും. ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഇവർക്ക് ലക്ഷറി പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് ലക്ഷറി പോയിന്റ്സ് എടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്കാണ് കള്ളത്തരത്തിൽ ബിൻസി അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോകുന്നത്. ഫസ്റ്റായിട്ട് അവിടെ ബിഗ് ബോസ് ഹൗസിൽ പട്ടി കുറയ്ക്കുന്ന ഒച്ച വരുന്നു. എല്ലാവരും നോക്കാൻ തുടങ്ങി ആരാണ് ഉറങ്ങിയെന്നുള്ളത്. അപ്പോൾ ബിൻസിയാണെന്ന് മനസ്സിലാവുന്നു, അംഗീകരിക്കുന്നു, ബിൻസി എണ്ണീക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെവിൻ്റെ ഒരു കള്ളത്തരം വരുന്നത്. നെവിൻ ആരും കാണാതെ ബെഡിൻ്റെ സൈഡിൽ പോയിരുന്നു, പുറത്തൊക്കെ ഇട്ട് എന്തോ ഒരു കള്ളത്തരം ചെയ്യുന്നുണ്ട്. പക്ഷേ ആര് എന്താ ചെയ്യുന്നത് എന്നൊന്നും ചോദിച്ചിട്ടൊന്നും ആൾ കറക്റ്റായിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്നില്ല. ആൾ കള്ളാണ് പറയുന്നത്, ഞാൻ ബോട്ടിലെടുക്കാൻ വന്നതാ, ഞാൻ വെറുതെ വന്നതാന്നുള്ള രീതിയിൽ പിന്നെയൊക്കെ ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ കോസ്റ്റ്യൂംസ് വരുന്ന ഒരു സെഷനായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് എല്ലാവർക്കും അവരുടെ കോസ്റ്റ്യൂംസ് കൊടുക്കുന്നു. അപ്പോൾ നെവിൻ ആകെപ്പാടെ ഈ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടില്ല, കളർഫുൾ ഡ്രസ്സായിരുന്നു വേണ്ടത്, അക്ബർ ഖാന് കളർഫുൾ ഡ്രസ്സ് കൊടുത്തു, എനിക്ക് ഇതേ തന്നുള്ളൂ എന്നുള്ള ഒരു പരാതി പറഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു. നെവിൻ്റെ ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താണ് നെവിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പം ആൾ ആ ഒരു ഡ്രസ്സിൽ തന്നെ ഭയങ്കര പ്രതിഷേധിച്ച് നടക്കുകയാണ്. ജിസയിലൊക്കെ നല്ല ഭംഗിയിൽ ഒരുങ്ങി നടക്കുമ്പോൾ താൻ ഇതുപോലത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടാണല്ലോ നടക്കണ്ടേ, എനിക്ക് ഈ കോസ്റ്റ്യൂം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അവിടെ പബ്ലിക്കായിട്ട് പറയുന്നു. പിന്നെ റീനു സുധീൻ്റെ അടുത്ത് പോയിരുന്നു, ഇത് തന്നെ പറയുന്നു, ഈ പൗഡറൊക്കെ ഇട്ട് മുഖത്ത് ഈ പൗഡറും കാര്യങ്ങളും ഇട്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ എനിക്ക് സ്കൂൾ കുട്ടീനെ പോലെ തന്നെയാണ് തോന്നുന്നത്. രേണു കാര്യമായിട്ട് പ്രതികരിക്കുന്നൊന്നുമില്ല.
പിന്നെ എല്ലാവരും അടുക്കളയിൽ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരും തമ്മിൽ എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ചർച്ച നടക്കുന്നു. അടുത്ത ടാസ്ക് കൊടുക്കുന്നു. ഈ പുതിയൊരു ടാസ്ക്കാണ്. എല്ലാവരും 4 പേരെ നോമിനേറ്റ് ചെയ്യുക. ആക്റ്റീവ് അല്ലാത്തവരെയൊക്കെ നോമിനേറ്റ് ചെയ്യുക. ഇവർ ഇനി തൊട്ട് ബിഗ് ബോസ് ഹൗസിന് പുറത്തായിരിക്കും രാത്രിയിൽ ഉണ്ടാവുക. നേരം വെളുക്കുന്നത് വരെ അവർക്കൊരു കട്ടിലുണ്ടാവും. ആ കട്ടിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ കിടക്കാൻ പാടുള്ളൂ. കട്ടിൽ എപ്പോഴും ഫുൾ ടൈം ഒരാളുണ്ടായിരിക്കണം. ബാക്കിയുള്ളവർ കട്ടിലിന് പുറത്ത് പോകാൻ പാടില്ല. കട്ടിൽ വിട്ട് അതിന് ദൂരെ എവിടെയും പോകാൻ പാടില്ല. അതിന്റെ പരിസരത്തൊക്കെ ആയിട്ട് തന്നെ വേണം. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എല്ലാവരും കട്ടിലിൽ ഒരാൾ കിടക്കുന്നു. ബാക്കി എല്ലാവരും ഉറക്കം ഇല്ലാതെ അതുവഴി നടക്കുന്നു. ഷാനവാസ് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവർ ഉണർത്തുന്നു. ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഇന്നലത്തെ ബിഗ് ബോസ് എൻഡ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബിഗ് ബോസ് ഹൈലൈറ്റ്സ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. എന്തെങ്കിലും മാറ്റങ്ങളോ സജഷൻസോ ഒപ്പീനിയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ അബൌട്ട് ഈച്ച് ക്യാരക്ടർ കമന്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും രീതിയിലാണ് ഞാൻ കണ്ടന്റ് ചെയ്യേണ്ടതെങ്കിൽ കണ്ടന്റ് ഐഡിയാസ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.